What's there? ഫുഡ് കഴിച്ചിട്ട് റൂമിലേക്ക് കയറിപ്പോയായിരുന്നു മാം. ഇപ്പോൾ ഒരു 2 മണിക്കൂറായി, ഉറങ്ങിക്കാണും. Okay. സാറിന് ഫുഡ് എടുത്ത് വയ്ക്കണോ? വേണ്ട. ഓക്കെ സാർ. My baby bear is sleeping. Huh? Sleep well, my kitten. ഉറങ്ങുമ്പോൾ പോലും എന്ത് രസാടി പെണ്ണെ നിന്നെ കാണാൻ. എത്ര ഗേൾസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കൊന്നും ഇല്ലാത്ത എന്തോ ഒരു പ്രത്യേക ഭംഗിയും അട്രാക്ഷനുണ്ട് നിനക്ക്. ഭംഗി മാത്രമല്ല, വേറെ എന്തോ ഒന്ന്, എനിക്കറിയില്ല. I'm going crazy for you, Daya. That bitch. അവളെപ്പോലെ ഒരു 100 എണ്ണത്തിന് പോലും തരാൻ പറ്റില്ല എൻ്റെ ബേബി ബെയറിൻ്റെ ഒരു മിയർ ടച്ചിൻ്റെ സാറ്റിസ്ഫാക്ഷൻ. ദാറ്റ്സ് യുവർ പവർ, മൈ കിറ്റൻ. എനിക്ക് ഡെസ്റ്റിനിയിലൊന്നും വിശ്വാസമില്ല. ബട്ട് നിന്നെ ഒന്ന് കണ്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിന് ഒരർത്ഥവും ഉണ്ടാവില്ലായിരുന്നു. എന്തിനാ ജീവിക്കുന്നത്, ആർക്കു വേണ്ടിയാ ഈ സമ്പാദിച്ചു കൊണ്ടുവന്ന് ഒന്നും എനിക്കറിയില്ലായിരുന്നു ദയ, നിന്നെ കാണുന്നത് വരെ. ഇപ്പോൾ നിനക്ക് ഈ ലോകത്തിലെ എല്ലാ ഹാപ്പിനെസ്സും തരണം എന്ന് തോന്നുക എനിക്ക്. നാളത് വരെ ഞാൻ ഒത്തിരി വെട്ടിപ്പിടിച്ചിട്ടുണ്ട്. ചില നേട്ടങ്ങൾക്ക് വേണ്ടി ചിലത് വിട്ടുകളഞ്ഞിട്ടുമുണ്ട്. ബട്ട് നിന്നെ മാത്രം വിട്ടുകളയാൻ എനിക്ക് പറ്റില്ലടി പെണ്ണ്. എൻ്റെ പ്രാണം കൊടുക്കേണ്ടി വന്നാലും നിന്നെ ഞാൻ ആർക്കും കൊടുക്കില്ല. അത്രയ്ക്ക് ഭ്രാന്താ നീ എനിക്ക്. പുറകെ നടക്കാനോ പ്രേമിക്കാനോ ഒന്നും അറിയില്ല എനിക്ക്. ബട്ട് നിന്നെ ഹാപ്പിയാക്കാൻ ഏതറ്റം വരെയും ഞാൻ പോകും. അതിന് എനിക്കൊരു മടിയുമില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് നിന്നെ. എന്നെ വിട്ടു പോവല്ലേ ദയ. നീ ഇത് വല്ലതും അറിയുന്നുണ്ടോ? എന്നെ ഇതുപോലെ വട്ടാക്കിയിട്ട് കിടന്നുറങ്ങുന്ന കണ്ടില്ലേ അവള്? ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ് മൈ ബേബി ബെയർ. എന്താ ഇവിടെ? ചേച്ചി എന്താ ഇവിടെ? കുറേ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഓ അതോ, ഇന്ന് നമ്മുടെ സാറിൻ്റെ പിറന്നാളാ. അതെയോ? എല്ലാ വർഷവും സാധാരണ ഏതെങ്കിലും ഹോട്ടലിലോ റിസോർട്ടിലോ വെച്ചോ നടത്താറ് പരിപാടി. ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് വീട്ടിൽ വെച്ച് നടത്തുന്നത്. ഓ, അപ്പം അതിൻ്റെയാണല്ലേ ഈ ഡെക്കറേഷൻസൊക്കെ? അതെ, ഒരുപാട് പണിയുണ്ട്. ഇപ്പോഴും നല്ല തിരക്കാണ്, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. പക്ഷേ ഞങ്ങളെല്ലാവരും രാവിലെ തന്നെ സാറിനെ വിഷ് ചെയ്തായിരുന്നു. കുഞ്ഞ് സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും സാറിനൊന്ന് വിഷ് ചെയ്തോളൂ കേട്ടോ. ആ, ഞാൻ ചെയ്തോളാം. എന്നാൽ പിന്നെ കുഞ്ഞ് മുറിക്ക് ചെന്നോ, എനിക്ക് കുറച്ച് പണിയുണ്ട്. ചേച്ചി പോവല്ലേ? എനിക്ക് നമ്പർ ഒന്ന് ഡയൽ ചെയ്ത് തരുമോ? ആരുടെ നമ്പർ? നിങ്ങളുടെ സാറിൻ്റെ. ശരിക്കും? ഒന്ന് വിളിച്ചു തരാമോ? അതിനെന്താ? അയ്യോ, പക്ഷെ കുഞ്ഞ് ഈ സമയത്ത് സാറ് നല്ല തിരക്കിലായിരിക്കും. വിളിച്ചാൽ ഫോൺ എടുക്കാൻ ചാൻസ് കുറവാണ്. ഇനി അഥവാ ഫോൺ എടുത്താലും ഈ സമയത്ത് വിളിച്ചതിന് നല്ലോണം ദേഷ്യപ്പെടും, ചീത്ത വിളിക്കും. നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ബ്ലേഡ് സാറിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആളെ വിളിക്കാറ്, സാറിനെ അങ്ങനെ വിളിക്കാറില്ല. അത് കുഴപ്പമില്ല ചേച്ചി, ചേച്ചി വിളിച്ചോ, ഞാൻ സംസാരിച്ചോളാം. ശരി. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ എന്തെങ്കിലും തരികിട പരിപാടി ഒപ്പിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ എല്ലാത്തിനും ഞാൻ വെട്ടി നുറുക്കി പട്ടിക്കിട്ട് കൊടുക്കും. ദിസ് ഇസ് യുവർ ലാസ്റ്റ് വാർണിംഗ്. ഇല്ല മിസ്റ്റർ ചേച്ചിക്ക് ഇപ്രാവശ്യം ഒരു കുഴപ്പവും വരെ ഞങ്ങൾ സമ്മതിക്കില്ല. ഇത് ഞാൻ തരുന്ന ഉറപ്പാ.
ഓക്കെ ദെൻ എമൗണ്ട് ഡിസ്കസ് ചെയ്തിട്ട് ലെറ്റ്സ് സൈൻ ദ ഡീൽ. ഇവരോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് വിളിക്കരുതെന്ന്. യു കണ്ടിന്യൂ. കുഞ്ഞെ ഫോൺ കട്ട് ചെയ്തു. ഇനി വിളിക്കണോ? ഒന്നുകൂടി വിളിച്ചു നോക്ക് ചേച്ചി, ചിലപ്പോൾ എടുത്താലോ. കുഞ്ഞെ ഇനി വിളിച്ചിട്ട് ഫോൺ എടുത്താൽ നല്ലപോലെ ചീത്ത പറയും, ഓർപ്പാ. അത് കുഴപ്പമില്ല, ചേച്ചി വിളിക്കേ. സോ ദ തിങ് ഈസ്, എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിക്കരുതെന്ന്. ഈ സമയത്ത് ഞാൻ ബിസി ആയിരിക്കുന്ന അറിയല്ലേ? നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാറില്ല ഞാൻ ബ്ലേഡിന് ഏൽപ്പിച്ചേക്കുന്നത്. ജസ്റ്റ് കോൾ ഹിം. ഇത് ഞാനാ. ബേബി ബിയർ, നീയോ? ശല്യപ്പെടുത്തിയെങ്കിൽ സോറി, ഞാൻ വെക്കാം. കട്ടയല്ലേ? ഹലോ. സോ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞില്ല. എമൗണ്ട് വരുന്നത് ബ്ലൈഡ് ഏൽപ്പിട്ടാം. ഞാനിപ്പോൾ വരാം. എന്തു പറ്റി കുഞ്ഞ്? എന്താ ഫോൺ കട്ട് ചെയ്ത്? അത് തിരക്കിലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞിനെ വഴക്ക് പറഞ്ഞോ? കുറച്ച്. അത് ഞാനാന്ന് കരുതി ചീത്ത പറഞ്ഞായിരിക്കും. സാരമില്ല, വൈകുന്നേരം വരുമ്പോൾ കുഞ്ഞിന് വിഷയാലോ. ആ ചേച്ചി. അയ്യോ, ഇത് സ്വിച്ച് ഓഫ് ആയല്ലോ. Come on, Daya, please. Just pick up the phone. I'm sorry, really sorry. Just pick up the phone. The number you are calling is currently switched off. Damn it. Boss, what happened? I need a new phone. Yes, boss. Within 30 minutes, it will be ready. You may leave now. Okay, boss. Wait. എന്താ ബോസ്? തൻ്റെ കയ്യിൽ എൻ്റെ സെർവൻ നാൻസിയുടെ നമ്പർ ഉണ്ടാവില്ലേ? ജസ്റ്റ് ടെൽ ഹർ നമ്പർ ആൻഡ് ഗിവ് ദ ഫോൺ ടു മീ. യെസ് ബോസ്, ഇപ്പോൾ വിളിക്കാം. ഹലോ, ജിസു മാം. ജിസു അല്ല, ഇറ്റ്സ് മീ. തേയ എവിടെ? ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നോ? ഇപ്പം എവിടെ പോയെന്ന് അറിയില്ല. ഫോൺ തേക്ക് കൊടുക്ക്. ബട്ട് മാം മുറിയിലാണോ അതോ പുറത്ത് ഗാർഡൻ്റെ അവിടെയാണോ എന്ന് അറിയില്ല. ഞാൻ നോക്കിയിട്ട് തിരിച്ചു വിളിച്ചാൽ മതിയോ? അവൾ എവിടെയാണെങ്കിലും കണ്ടുപിടിച്ച് ഗീവ് ഹർ ദ ഫോൺ റൈറ്റ് നൗ. യെസ് സർ, ഞാൻ ഇപ്പോൾ കൊടുക്കാം. ആരോടെ ഇപ്പോൾ ഒന്ന് ചോദിക്കുക. ആ ചേച്ചി, തേയ മാം എന്തേ? കുഞ്ഞ് മുകളിൽ മുറിയിലുണ്ട്. തേയ മാം, ഫോൺ സംസാരിക്ക്. സാറാ. ഹലോ. ഹലോ തേയ, സോറി, ഞാൻ നീയാണെന്ന് അറിഞ്ഞിട്ടല്ല. ദേഷ്യപ്പെട്ടെ. നീ എന്നോട് ദേഷ്യത്തിലാണോ? അതാണോ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത്? തേയ, ഹലോ. എനിക്ക് ദേഷ്യമൊന്നുമില്ല. അറിയാം തിരക്കാന്ന്, അതാ ഫോൺ കട്ട് ചെയ്ത്. പിന്നെ ചേച്ചിയുടെ ഫോൺ കംപ്ലൈൻറ്റാ, അതിടയ്ക്കിടയ്ക്ക് സ്വിച്ച് ഓഫ് ആവും. അങ്ങനെ സ്വിച്ച് ഓഫ് ആയതാ. ദാറ്റ്സ് എ റിലീഫ്. അല്ല, എന്താ പതിവില്ലാണ്ട് വിളിയൊക്കെ? എന്താ നീ വിളിച്ചേ ബേബി ബിയർ? അത് ചേച്ചി പറഞ്ഞിരുന്നു ഇന്ന് ബർത്ത്ഡേ ആണ്. അവരൊക്കെ രാവിലെ വിഷ് ചെയ്തു പറഞ്ഞു. അതുകൊണ്ട് വിഷ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാ. ബോസിന് അങ്ങനെ ചിരിക്കാനൊക്കെ അറിയോ? ഹലോ,
കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നേ? ആ കേൾക്കാം. എന്നാ പിന്നെ വിഷ് ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ ടു യു. Thank you. This is going to be the most memorable birthday of my life. ഞാൻ ഒരിക്കലും മറക്കില്ല ഇത്. Thank you. Thank you so much, baby bear.